നമ്മളങ്ങനെ അടുത്ത ഒരു കിടിലൻ ഡെസ്റ്റിനേഷൻ അന്വേഷിച്ച് ഗോവയിലെ പഞ്ചിമിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരു നല്ല സാധനം നമ്മുടെ കണ്ണിൽ പറ്റും. അതായത് നമ്മൾ വരുന്ന വഴിക്ക് ആ ബ്രിഡ്ജിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഞാൻ എടുക്കാമെന്നാണ് വിചാരിച്ച് വെച്ചത്, പക്ഷേ ബ്രിഡ്ജിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടോ, നൈസല്ലേ ബ്രിഡ്ജ്. അപ്പം നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ ഒരു മേൽക്കാഴ്ച കാണാൻ വേണ്ടി പോവാണ്. ഒരു ഭംഗിയുള്ള കാഴ്ചയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇഷ്ടംപോലെ കാസിനോസിൻ്റെ ബോർഡ്സ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാസിനോയിൽ പോയി കാശ് കളയാനൊന്നുമല്ല, അതിൻ്റെ ഉൾഭാഗത്തിൽ ഒരു 4-5 ഷിപ്പിൻ്റെ ഉള്ളിലാണ് കാസിനോ നടക്കുന്നത്. അവിടെ നമ്മൾ നേപ്പാളിൽ കാസിനോ ഉണ്ട്. നേപ്പാളിൽ നമുക്കൊരിക്കൽ പോകാം. ഇവിടത്തേക്ക് ട്രിപ്പൊക്കെ ഞാൻ ഗോവയിൽ ബസ് കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ഗോവൻ ബസ്. അങ്ങനത്തെ ബസ്സാണ് ഇവിടെ. നമ്മളവിടെ അതിന് താഴത്തുനിന്ന് നമ്മളെ ബ്രിഡ്ജ് കാണുമ്പോൾ ആ ബ്രിഡ്ജിന് അവിടെ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. തടസ്സങ്ങൾ എന്ന് വെച്ചാൽ അവിടെ ഡിവൈഡർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഡിവൈഡറിനെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഒരു ബ്യൂട്ടി കിട്ടാൻ വേണ്ടി നമ്മളിവിടെ വന്നു. അപ്പോൾ ഇങ്ങനെ സൂം ചെയ്തപ്പോൾ നല്ല മനോഹരമായൊരു ബ്യൂട്ടി കിട്ടിയില്ലേ. ആ ബ്രിഡ്ജിൻ്റെ അപ്പുറമാണ് മഫ്സ, അഞ്ജന, കൊല്ലങ്കോട്ട്, ബാഗ, അങ്ങനെ മനോഹരങ്ങളായ ഒത്തിരി പ്ലേസുകൾ അവിടെയാണ്. ഈ ബ്രിഡ്ജ് ഇപ്പോൾ ഇവർക്കൊരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. കാരണം പഞ്ചിയിൽ വന്ന് റൂം എടുത്താൽ ഈ ബ്രിഡ്ജിന് അഭിമുഖീകരിച്ചു കൊണ്ടുള്ള റൂംസ് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കി, ഈ റോഡ് ക്രോസ് ചെയ്യൽ കുറച്ച് ചടങ്ങാണ്. കാരണം നല്ല ട്രാഫിക്കുണ്ട്, മേൽപ്പാലങ്ങളൊന്നും തന്നെ ഇല്ല. എന്താ ബോട്ടിംഗ് ഉണ്ട്. ട്രാഫിക് ഉണ്ടെങ്കിലും നമ്മൾ ഏതെങ്കിലും സിഗ്നൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യും. അതിൻ്റെ അപ്പുറത്തേക്ക് ഇൻ്റെ ഒരു സാധനം കിടക്കണം കേട്ടോ, ഒരു ഷിപ്പ്, ഒരു ഫിഷിങ്ങിനുള്ള ഷിപ്പാണ്. ഇനി ഇത് നമ്മൾ രാത്രി ഇതിൻ്റെ ഒരു മനോഹര ബ്യൂട്ടി നമ്മൾ ഒപ്പിയെടുക്കുന്നതായിരിക്കും. അങ്ങനെ വെട്ടുകളയാനൊന്നും നമ്മൾ തയ്യാറല്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് പാലം ഇറങ്ങി വരുമ്പോൾ ഇവിടെ മറ്റൊരു ബ്യൂട്ടിയുണ്ട്. കാസിനോയിലേക്ക് പോകുന്ന ബോട്ടുകളുടെ ഇവിടെ നിന്നാണ് ആ ഷിപ്പുകളിലേക്ക് കൊണ്ടുപോകുന്നത്. കാസിനോ നടക്കുന്ന ഷിപ്പുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ്. അങ്ങനെ ബോർഡുണ്ടാവും, കാസിനോ പ്രൈഡ്. അപ്പോൾ നമ്മളങ്ങനെ ആ ബ്രിഡ്ജും ആ ബ്രിഡ്ജിൻ്റെ പരിസരവും ഒക്കെ നമ്മൾ പകൽ വെളിച്ചത്തിൽ നൈസായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത് നൈറ്റാണ്. നൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ലൈറ്റ്സും ബഹളവും ഒരു എന്താ പറയുക, ഒരു പാർട്ടി മൂഡൊക്കെ ആയിട്ട് നല്ലൊരു അഡാറ് സിറ്റുവേഷനാണ്. ഒരു മിനിറ്റ്, ഇങ്ങനെ സൂര്യനിടയ്ക്ക് നമ്മളിങ്ങനെ ഒളിഞ്ഞു നോക്കും. എൻ്റെ ബ്യൂട്ടി ഏകദേശം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഗോവയുടെ ഒരു ഫീല്, അതൊരു ടച്ച് സിറ്റിയിൽ വന്ന ഫീലാണ് ഇവിടെ. അത് നമ്മൾ കൊച്ചിയിൽ കാണുന്നത് ഇതിൻ്റെ വേറൊരു മുഖച്ഛായ ഉണ്ടോ, കൊച്ചിയിൽ കാണുന്ന ഒരു മുഖച്ഛായ അല്ല ഇവിടെ.
ഇപ്പം നമ്മൾക്ക് അവിടെ ഒരു കുട്ടിപ്പാലമുണ്ട്. നമുക്കവിടെ വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിലേക്ക് കയറാം. അതൊരു നൈസ് വ്യൂ പോയിൻ്റാണ്. അങ്ങോട്ടേക്ക് നമ്മൾ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് അങ്ങോട്ടേക്ക് നടക്കുമ്പോഴുള്ള വഴികൾ. നൈസല്ലേ? അപ്പം നമ്മൾ കണ്ടില്ലേ കളർ സ്ട്രീറ്റിൻ്റെ വേറൊരു തരം ആംബിയൻസ് ആണിത്. കളർ സ്ട്രീറ്റിൻ്റെ ഒരു വേറിട്ട ആംബിയൻസ് ആണ് ഇവിടെ. ഇനിയിപ്പോൾ നമ്മൾ ആ പാലത്തിലേക്ക് കയറാമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നടന്നു വന്നത്. ഈ പാലത്തിൽ നിന്നും മിക്കവാറും ഒരു 1.5 കാഴ്ച കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. പറയാൻ പറ്റില്ല, കിട്ടിയില്ലെങ്കിലും എൻ്റെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പരിശ്രമങ്ങൾ പാഴാവില്ല എന്നുള്ളതാണല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം മുംബൈയിലെ നാഷണൽ പാർക്കിൽ പോയി കണ്ടില്ലേ, അതുപോലത്തെ ഒരു ബ്രിഡ്ജല്ലേ, അതുപോലത്തെ വീതിയുള്ള ബ്രിഡ്ജ്. അപ്പോൾ അങ്ങനെ അധികം പാഴായിട്ടില്ല, രസമുള്ളൊരു ആംബിയൻസാണ് ഈ പാലത്തിലൂടെ നോക്കുമ്പോൾ ഉള്ളത്. നൈസല്ലേ? രാത്രി ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ ഇവിടെ എന്തോ ഒരു ചെറിയൊരു വഴിയമ്പലം എന്തോ ഉണ്ട്, വഴിയിലൊരു അമ്പലം പോലെ എന്തോ ഉണ്ട്. നൈസല്ലേ പേട്ടി? നമുക്കത് ഒന്ന് അടുത്ത് കണ്ടളേ. ഇത് നമ്മൾ വൺ വേ ആണ്. നേരെ റോഡ് നേരെ അങ്ങനെ കയറി ചെന്ന് കറങ്ങി പാലത്തിലേക്ക് മുകളിൽ കയറി. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് കാണണ്ടേ, അപ്പോഴല്ലേ അതിൻ്റെ ഒരു പരിപൂർണത വരുള്ളൂ. സൂര്യാസ്തമയം കടന്നു വരുന്ന നൈസല്ലേ? ചില കൊടൂര വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല വ്യൂ അല്ലേ? സൂര്യാസ്തമയം നേരെ വെള്ളത്തിലും ബിൽഡിങ്ങും ചെറിയ മരങ്ങളുടെ ഇടയിലൂടെയുള്ള വെള്ളവും അതിൻ്റെ റിഫ്ലക്ഷനും അടിപൊളിയല്ലേ? ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമ്മളിപ്പോൾ കടന്നു വന്ന ഒരു വഴിയില്ലേ, ആ വഴിയിലേക്കൊന്ന് കണ്ണോടിച്ചാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കിയാലോ. നമുക്ക് പയ്യെ എങ്ങനെയുണ്ട് ഇങ്ങനെ നോക്കാം, അപ്പോഴാണ് അതിൻ്റെ രസം മനസ്സിലാവുന്നത്. നൈസല്ലേ വ്യൂ? അപ്പോൾ ഈ ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയും ഇതിലും മനോഹരമായിട്ടുള്ള പല ഡെസ്റ്റിനേഷൻസിലൂടെ യാത്ര ചെയ്യാനുണ്ട്. തൽക്കാലം നമ്മൾ ഇവിടെ നിന്ന് ഈ ഡെസ്റ്റിനേഷനിൽ നിന്ന് നമ്മൾ തൽക്കാലം
വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഡെസ്റ്റിനേഷൻസിലേക്ക് യാത്രയാവുന്നു. സോ ഓക്കെ, ബൈ.